നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മൺസൂൺ കാലം ആരംഭിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കി. വിദ്യാർത്ഥികളുടേതടക്കം നിരവധി പരാതികൾ ലഭിച്ചതോടെയാണ് പേരാമ്പ്രയിൽ പരിശോധന നടത്തിയതെന്ന് ജോയിന്റ് ആർടിഒ രാജേഷ് പറഞ്ഞു. മൺസൂൺ കാലം ആരംഭിച്ചതോടെ പേരാമ്പ്രയിൽ മോട്ടോർ വാഹന വകുപ്പ് വാഹന പരിശോധന കർശനമാക്കി. തേയ്മാനം സംഭവിച്ച ടയർ, ഇപ്പോഴും എയർഹോൺ ഉപയോഗിക്കുന്നതായി കണ്ടെത്തുന്ന വാഹനങ്ങളുടെ പേരിൽ നടപടി സ്വീകരിക്കൽ, വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരിക്കുക, വിദ്യാർത്ഥികൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്താതെ പോകുക തുടങ്ങിയ നിരവധി പരാതികൾ ലഭിച്ചതായി ജോയിന്റ് ആർടിഒ രാജേഷ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ യാത്ര സംബന്ധിച്ച് നിരവധി പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നില്ല, കൺസെഷൻ അനുവദിക്കുന്നില്ല, വിദ്യാർത്ഥികളോട് മോശമായിട്ട് പെരുമാറുന്നു, വിദ്യാർത്ഥികളുള്ള സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്തുന്നില്ല, എല്ലാ ബസ്സുകളല്ല, കുറേ ബസ്സുകൾ. നിരവധി പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഈ ഒരാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്നത്. പേരാമ്പ്ര ആർടിഒ ഓഫീസിന് കീഴിലുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും കൂടാതെ പേരാമ്പ്ര ആർടിഒൻ്റെ പരിധിക്ക് ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എൻഫോഴ്സ്മെൻറ്റ് ടീമിലെ ഉദ്യോഗസ്ഥന്മാർ ചേർന്നിട്ട് ഒരാഴ്ചയോളം ഈ ഒരു ക്യാമ്പയിൻ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലും കുറ്റ്യാടി ബസ് സ്റ്റാൻഡിലുമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തുകയും കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. MVI ഷംജിത് KT, AMVIമാരായ ഷെറിൻ, നൂർ മുഹമ്മദ്, ശ്രീനി SD എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് ജോയിന്റ് ആർടിഒ രാജേഷ് പറഞ്ഞു. മൺസൂൺ കാലത്തോട് അനുബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് എല്ലാ ബസ് സ്റ്റാൻഡുകളിലും ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ബസ്സുകളുടെയും ടയറുകൾ, ലൈറ്റുകൾ, വൈപ്പറുകൾ, റൂഫ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്ക വാഹനങ്ങളിലും ടയറുകൾ വേണൗട്ടായിട്ടാണ് കാണുന്നത്. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ നടപടിയാണ് സംഘടിപ്പിക്കുന്നത്. ഇതൊരു ബോധവൽക്കരണം മാത്രമാണ്. അത് വീണ്ടും നിർദ്ദേശം അനുസരിച്ചിട്ട് ടയറുകൾ മാറ്റിയില്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.